ഒരു കൊരങ്ങ പോരാട്ടം. എന്ത് നിങ്ങൾക്ക് ഇവിടെ വന്നതാ ഇതേപോലെ വിശാലമായിട്ട് കളിക്കാം. എനിക്ക് വായുന്നൊക്കെ കൊതിയാണ്. സോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഡേ 2. ഇപ്പോൾ രാവിലെ ഏകദേശം 7:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എവിടെയാണ്? അവലാഞ്ചിയിൽ. ഏകദേശം ഇവിടെ നിന്ന് 28 കിലോമീറ്ററാണ് നമ്മൾ പോവേണ്ടത്. അപ്പോൾ നമുക്ക് രാവിലെ പോവാം. നോക്കിയേ, നമ്മളില്ലേ അവലാഞ്ചി പോകുന്ന റൂട്ടിൻ്റെ ഒരു ചെറിയ ഇതാണ് കേട്ടോ. ഫുൾ 2 സൈഡും കാടാണ്. ഇനി എനിക്ക് തോന്നുന്നു അവലാഞ്ചി എത്താൻ ഏകദേശം 2.7 കിലോമീറ്റർ ആണുള്ളത് അല്ലേ ഏട്ടാ? 2 സൈഡും കാട്. അവിടെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ടായിരുന്ന ആനയൊക്കെ വരുന്നതെന്ന് പറയുന്നത്. എനിക്ക് ഒരു സ്വപ്നം കണ്ട് ഗൈസ്, ആന വന്ന് തട്ടിക്കളയണത്. കാട്ടുകോഴി ഗൈസ്, കാട്ടുകോഴി. പറഞ്ഞടാ, കൊരങ്ങ, ചിമ്പാൻസി ഇതും അവിടെ ഉണ്ടായിരുന്നു. ഇടാ ബാബുച്ചി, എനിക്കിപ്പോ പേടിയാവണ കേട്ടോ, സത്യമായിട്ട്. അപ്പൊ ആന വരുമോ എന്തോ. എടാ, ഞാൻ ചിമ്പാൻസി വീഡിയോ എടുത്തെന്നാണ് എന്റെ വിശ്വാസം. ഗൈസ് നോക്കി, അടിപൊളി ചിമ്പാൻസികളുണ്ട് കേട്ടാ. ചിമ്പാൻസിയാണ് അതെന്തോ ഒരു കൊരങ്ങനാണ്. ഗൈസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളിങ്ങനെ പോണ ടൈമിൽ ആനയോ കാട്ടുപോത്തോ വല്ലത് വന്നെങ്കിൽ എങ്ങനെ ഇരിക്കും? അടിപൊളിയല്ലേ? എൻ്റെ പൊന്നെ, വേറെ ലെവൽ ഫീലാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്, പറയാതിരിക്കാൻ വേണ്ടി പറ്റൂല അല്ലേ? ജീവിതത്തിൽ ഓരോ വട്ടമെങ്കിലും ഈ അവലാഞ്ചിയിൽ വരണം. ഞാൻ ഇതുവരെ കയറിയില്ല, എന്നാലും ഈ പോകുന്ന കാടുകളാണ് അത് അടിപൊളിയല്ലേ? ഫോറസ്റ്റ് അടിപൊളിയല്ലേ? എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഫോറസ്റ്റിലൂടെ ഞാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്, നമ്മൾ എവിടെയാണെന്ന് വെച്ചാൽ അവലാഞ്ചിയിലാണ് ഗൈസ് നമ്മൾ നിൽക്കുന്നത്. ഊട്ടിന്ന് ഏകദേശം ഇവിടെ 28 കിലോമീറ്റേഴ്സ് ഉണ്ട് ഇവിടെ വരാൻ. അപ്പം അവലാഞ്ചി വരാതെ പോകുന്നത് വളരെ മോശം. അത് വളരെ മോശമാണ്. നമ്മൾ എന്തായാലും ഇവിടെ വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും തുറന്നിട്ടൊന്നുമില്ല, എല്ലാം ക്ലോസ്ഡ് ആണ്. എനിക്ക് തോന്നുന്നു 9:30 ആകുമ്പോഴേ ഇവിടെ എല്ലാം ഓപ്പൺ ആവുള്ളൂ. നമ്മൾ വന്ന വഴി നിങ്ങൾ കണ്ടാൽ മനസ്സിലായി, ഏകദേശം ഒരു ഫോറസ്റ്റ്, ഒരു ഡെൻസ് ഫോറസ്റ്റ് പോലെയാണ്. 2 സൈഡ് ഇപ്പുറത്ത് ഫുൾ ഫോറസ്റ്റ് ആണ്. കണ്ടാൽ നമുക്ക് ഇച്ചിരി പേടിയാവും. കാരണം അത് നമ്മൾ ഈ എൻട്രി ആവുന്ന മുന്നേ തന്നെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ആന, കാട്ടുപോത്ത്, ചിമ്പാൻസി പോലെയുള്ള കുരങ്ങൻ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ്. സോ അങ്ങനെ പേടിയാവും. പക്ഷെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കഴിയുമ്പം തന്നെ ഒന്ന് സറൗണ്ടിങ്സ് മൊത്തം കാണിച്ചു കൊടുത്തേ. വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് താമസിക്കുന്ന വീടുകളാണെന്നാണ് എൻ്റെ വിശ്വാസം. ഫോറസ്റ്റ് ഗസ്റ്റ് ഹൗസ് ഉണ്ട് ഇവിടെ. ഫോറസ്റ്റ് ഗസ്റ്റ് ഹൗസ് ഉണ്ട്. പിന്നെ ഇപ്പുറത്ത് പൈൻ ഫോറസ്റ്റ് ഉണ്ട്. നോക്കിയേ, അവിടെ പൈൻ ഫോറസ്റ്റ് ഉണ്ട്. പിന്നെ കുറച്ച് ആനപ്പിണ്ടോ പശുപ്പിണ്ടോ ആണോന്ന് പറയുന്നുണ്ട്, എന്തോ പിണ്ടോ അവിടെ ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ആ ഫോറസ്റ്റിൻ്റെ കൂടെ വരുമ്പോൾ മാത്രമേ ഇച്ചിരി പേടിയുള്ളൂ. അതർവൈസ് വി ആർ കൂൾ അല്ലേ? ഇപ്പം നമുക്ക് എന്താ 9:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എന്താ പ്ലാൻ ചെയ്യുന്നത്? ബൈ ദ വേ, ജീപ്പ് സഫാരി. ഇതാണ് കോളിഫ്ലവർ എന്താ? കോളിഫ്ലവർ ഫോറസ്റ്റ് എന്ന് വെച്ചാൽ ഫോറസ്റ്റ് കണ്ടറിഞ്ഞിട്ട് നമ്മൾ കോളിഫ്ലവർ പോലെ ഇങ്ങനെ മരങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ടാണ്. ശരിയാണ്. ഇതിൻ്റെ ഇനി അങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റൂല എന്നാണ് അവർ പറയുന്നത്. കാരണം അവിടെ റോഡ് ശരിയാക്കിക്കൊണ്ടിരിക്കണതേ ഉള്ളൂ. ഒരു 6 months എന്തായാലും ആവുമെന്നാണ് പറയുന്നത്. ഇവിടെ മൊത്തം ഇതൊരു ഫോളെന്നല്ലേ, ചെറിയൊരു ഊറ്റരുവി പോലെയാണ്. എനിക്കൊന്ന് മഴ പെയ്യുമ്പോൾ എന്തായാലും ഇവിടെ ഇത്ര നിറഞ്ഞ് ഇങ്ങനെ പോകും തോന്നുന്നു വെള്ളം. ഇത് അവർക്ക് ഓഫ് റോഡ് പോകാനുണ്ടോ? ഈ ഓഫ് റോഡ് പോയില്ലേ, മോളിൽ പോകാൻ വേണ്ടിയുള്ളതാണ്. സോ ഗൈസ്, ഫൈനലി നമ്മൾ ജീപ്പ് സഫാരി ചെയ്തു. ഇങ്ങനെ ഇവിടെ അവർ നിർത്തിയിട്ടിരിക്കുകയാണ് വീഡിയോസ്. നമ്മളിപ്പം
വീഡിയോസ് ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാൻ വേണ്ടി. പക്ഷേ എൻ്റെ ഒരു വെച്ച് പറയുകയാണെങ്കിൽ നമ്മളില്ലേ അവലാഞ്ചി കയറി വരുമ്പം കുറേ ഡെൻസ് രീതിയിലൊക്കെ ഇരിക്കും. ഞാൻ നേരത്തെ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും, ആദ്യത്തെ ഇടുന്ന ക്ലിപ്പിൽ. അതാണ് ആക്ച്വലി എനിക്ക് കൂടുതലായിട്ട് എനിക്ക് തോന്നിയത്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ വരണ വഴിയൊക്കെ നമ്മൾ വരണത് എങ്ങനെയാണോ അതന്നെ ഇവിടെ ഫുള്ളായിട്ട് കാണിക്കുന്നതല്ലേ. അവർ പറയണെന്ന് വെച്ചാൽ മറ്റേ ലാൻഡ് സ്ലൈഡ് വന്നുകൊണ്ട് എല്ലാം നശിച്ചു പോകുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് ഫുൾ കയറ്റില്ല, നമ്മൾ കുറച്ച് ദൂരം വെച്ച് നിർത്തും. ഫുള്ളും കയറ്റില്ല, കുറച്ച് ദൂരം വെച്ച് നമ്മളെന്തായാലും തിരിച്ചു പോകേണ്ടി വരും. പക്ഷെ എന്നാലും എനിക്ക് വല്ല വർത്തിട്ട് തോന്നിയില്ല. കാരണം വെച്ചാൽ നമ്മൾ വരണ വഴി ഇതിനെക്കാളും കിടിലൻ ടെൻസ് രീതിയിലൊക്കെ നമ്മൾ കാട്ടിലൂടെയൊക്കെയാണ് നമ്മൾ വന്നിട്ടുള്ളത് അല്ലേ. അതുകൊണ്ടാണ് നമുക്ക് ബേബി ഇത് തോന്നാത്തത്. സംഭവം തന്നെ ഞാൻ പ്രതീക്ഷിച്ചത് എങ്ങനെയാണെന്ന് പറയുമ്പോൾ, നമ്മൾ ജീപ്പിൽ കൂടെ പോകുമ്പോൾ തൊട്ടടുത്ത് ആന കാണും, ഇപ്പുറത്ത് മാന് കാണും, പിന്നെ ചിമ്പാൻസി പോലെ കുരങ്ങന്മാർ, അങ്ങനെയൊക്കെ ഞാൻ പ്രതീക്ഷിച്ച്. ഇത് സംഭവം തന്നെ ഞാൻ അതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഇത് വലിയ ഈ അല്ലേ, അതുകൊണ്ടായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഗൈസ്, നിങ്ങളിതിൻ്റെ അവസ്ഥ കണ്ടോ? ഞാൻ വരണ മുന്നിൽ എല്ലാം മരത്തിൻ്റെ മുകളിൽ ഇരുന്നതാണ്. എന്നെ കണ്ടുകൊണ്ടാന്ന് തോന്നുന്നു എല്ലാം താഴെ ഇറങ്ങി വരണം, കൂട്ടത്തോടെ എല്ലാം ഇറങ്ങി വരണം. എന്നിട്ട് പറയും ഇനി ഞാനും കുരങ്ങിട്ട് പൂർവിക ജന്മങ്ങൾ എന്തെങ്കിലും ബന്ധങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ അങ്ങനെയായിരുന്നു, ഇവിടെ എന്താ ഇങ്ങനെ എല്ലാം ഓടി ഓടി എന്നെ നോക്കിക്കൊണ്ട് അങ്ങ് പോകണം. എന്നിട്ട് പറയും നിങ്ങൾ കണ്ടോണ്ടിരിക്കണത് ഒരു കുരങ്ങ പോരാട്ടം. എന്ത് നടക്കും, ആ വായൊക്കെ തുറക്കണത് കണ്ടാ, വാ എന്തിനു വാ തുറക്കണത്? എൻ്റെ പൊന്ന്, കുറെ നേരം കൊണ്ട് യുദ്ധം നടക്കണം. നമുക്ക് വലിയ യുദ്ധം, എൻ്റെ പൊന്ന്. അപ്പോൾ ജമ്പ് വാക്ക് ത്രൂ പൈൻ ഫോറസ്റ്റ് ഇൻ അവലാഞ്ചി, അടിപൊളി. ഇതിൽ കുറേ പൈൻസ് ഇവിടെയൊക്കെ കാണാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മളിപ്പോൾ എവിടെയാ പോകുന്നത്? ഈ കാട്ടിലൂടെ ലേക്ക് അവലാഞ്ചി ലേക്കിലും അത് എവിടെ അവലാഞ്ചി ലേക്ക് എമറാൾഡ് ലേക്കിലും. നമുക്കിവിടെ കുറേ തെണ്ടി നടന്നപ്പം കണ്ട കുറേ പൈന് കിട്ടി. കൊള്ളാല്ലേ, 3 പൈന് കിട്ടി. കുറേ കിട്ടും, എവിടെയെങ്കിലും തപ്പിട്ട് പോയി നോക്കാം. All of you, love you. പക്ഷെ വെള്ളമില്ല കേട്ടാ, വെള്ളം കുറവാണല്ലേ അവിടെ. വെള്ളം ഭയങ്കര കുറവാണ്. കാണിച്ചു കൊടുത്തവിടെ വെള്ളമില്ല. അതല്ല, അതുകൊണ്ട് അത് ലാൻഡ് സ്ലൈഡ് സംഭവിച്ചതാണേ അവിടെ അത്ര, അതാണ് അങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ അങ്ങോട്ട് വിടാൻ ചെറിയ ചാൻസ് ഉണ്ട്. ഇവിടെ നോക്കിയേ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകേണ്ടി പറ്റൂല. നമുക്ക് ജസ്റ്റ് കാണാം, അത്രേ ഉള്ളൂ. സത്യം പറയാലോ, നിങ്ങൾ ഇവിടെ വരണം. ഇവിടെ അങ്ങനെ സത്യം പറഞ്ഞാൽ ഇവിടെ ക്രൗഡ് ഒട്ടുമില്ല കേട്ടോ, എനിക്ക് തോന്നുന്നു. പക്ഷെ ഊട്ടിയിലെത്തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് എന്ന് ഞാൻ പറയും അവലാഞ്ചി. കാരണം ഊട്ടിയിലെന്ന് പറയുന്നത് ഭയങ്കര ഒരു ടൂറിസ്റ്റ് തനിയെ തന്നെ പോയി. ഈ ഭയങ്കര തിരക്കാണെന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് പ്ലേസ് പോലെയല്ല, ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് നമുക്കൊരു കൊടൈക്കനാൽ പോലെ ഭയങ്കര ടൂറിസ്റ്റ് പ്ലേസ് പോലും നമുക്ക് തോന്നൂല. പക്ഷേ അവിടെ നിന്ന് നമ്മൾ ഇവിടെ വരുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ നമുക്കൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും, ഭയങ്കര ഫീലായിരിക്കും. നമുക്ക് എവിടെ ഒരു നമ്മളിവിടെ എന്താ പറയുക, നേച്ചർ ലൈഫ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയെന്ന് തോന്നും ഊട്ടി വെച്ച് കമ്പാരിറ്റീവ്ലി ഇവിടെ നമുക്ക് വരുമ്പം. സോ ഇത് നിങ്ങൾ ഊട്ടി പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഒരു മസ്റ്റ് വിസിറ്റ് ആയുള്ള ഒരു പ്ലേസ് ആണ് ആക്ച്വലി ഇത്. ഭയങ്കര ശാന്തത ആൻഡ് ലുക്ക് അറ്റ് ദ നേച്ചർ, അടിപൊളിയാണ്. നിങ്ങൾക്കിവിടെ എനിക്ക് തോന്നുന്നു ഒരു ദിവസം തന്നെ ഇവിടെ മാക്സിമം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടെ വന്ന് നിങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്യണം. ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഗൈസ്, നിങ്ങൾക്കറിയാലോ വെള്ളം കണ്ട പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടൂല. ഞാനൊന്ന് അടിച്ച് തിമിർത്തി കളിച്ചിട്ട് വരാം ഗൈസ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഇവിടെ വന്നതാ ഇതേപോലെ വിശാലമായിട്ട് കളിക്കാം. ആരും ഒന്നും റെസ്ട്രിക്ഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. ഇഷ്ടം പോലെ 5 മണി വരെ ഉള്ളൂ. ഈ 5 മണി വരെ നിങ്ങൾക്ക് ഇവിടെ അടിച്ച് തിമിർത്ത് കളിക്കാൻ പറ്റും അല്ലേ? എന്താ എനിക്ക് പേടിയാണ്.
ഭയങ്കര ചില്ലസ് ഗൈസ്. ഫൈനലി നമ്മൾ അവലാഞ്ചി ലേക്കിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. സോ ബ്യൂട്ടി കാണിച്ചു കൊടുത്തേ. മൂവി എനിക്ക് നല്ല വൃത്തിയായിട്ട് ഓർമ്മ പറഞ്ഞു. അതിൽ ലൈഫ് ഓഫ് റാം സോങ് ഇല്ലേ, ആപ്റ്റാണ് ആക്ച്വലി ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ. ഡിസംബർ ആകുമ്പം ഇവിടെ മൊത്തം വെള്ളം നിറയുമെന്നാണ് അവർ പറഞ്ഞത്. കാരണം ഇവിടുത്തെ ഡാം തുറന്നു വിടുമ്പം ഇവിടെ ഫുൾ വെള്ളം നിറയും. ഐ മീൻ അവിടെയൊക്കെ ഫുൾ വെള്ളമാകും. ഇതൊന്നും നിങ്ങൾ കാണാൻ പോലും പറ്റൂല. ഗായ്സ്, നമ്മൾ അവലാഞ്ചി കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന തിരിച്ചുള്ള വഴികൾ കണ്ടു എങ്ങനെയാണെന്ന്. ഫുൾ ടീ പ്ലാന്റേഷനും ക്യാരറ്റും കൃഷിയൊക്കെയാണ് കേട്ടോ ഇവർക്ക് മൊത്തത്തിൽ. ഇതൊക്കെ എനിക്കൊന്ന് ടീ പ്ലാന്റേഷൻ ആണെന്ന് തോന്നുന്നു. ഇതുണ്ടോ നിങ്ങൾ, അടിപൊളി. ഇവിടെ ഉണ്ടോ കിട്ടും, അടിപൊളി അല്ലേ എൻ്റെ പൊന്നെ. ഫുൾ അത് മൊത്തം ടീ പ്ലാന്റേഷൻ ആണ് കേട്ടോ. ഇവിടെ മൊത്തം ടീ പ്ലാന്റേഷൻ, ക്യാരറ്റ് കൃഷിയാണ് കൂടുതലുള്ളത്. അതേപോലെ ഇവിടെ കുഞ്ഞു കുഞ്ഞു വീടുകളും ഉണ്ടേ. നമ്മളെ ഈ മൂന്നാറിലെ വട്ടവടയില്ലേ, ഏകദേശം എനിക്ക് അതേപോലെയൊക്കെ തോന്നും. അവിടെ പോയിട്ടില്ല, എന്നാലും അവിടുത്തെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. സോ എനിക്ക് അതേപോലെയൊക്കെ തോന്നിയത് കണ്ടപ്പം. അടിപൊളിയല്ലേ? എനിക്ക് തോന്നി ഈ ഒരു സെറ്റ് ഓഫ് ഇങ്ങനെ മണ്ണിട്ടേക്കുന്നത് അടുത്ത സെറ്റ് ഓഫ് കൃഷിക്ക് വേണ്ടിയാണ് അവരിങ്ങനെ ഇട്ടേക്കുന്നത് കേട്ടോ. അടിപൊളി കേട്ടോ. ഫുൾ ടീ പ്ലാന്റേഷൻ. വെള്ളം വീഴണത് പക്ഷെ അത് കാണാൻ പറ്റൂല. അവിടെയൊക്കെ നമുക്ക് പോകാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഞാനിവിടെ ഇതുവരെ അവിടെ പോയി ആരും ഫോട്ടോ എടുക്കണം കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ പോയേനെ. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ ദൊഗാപ്പട്ടയിൽ പോകുമ്പം മേ ബി ടീ ഫോറസ്റ്റ്, എനിക്ക് തോന്നുന്നത് നമ്മൾ ചിലപ്പോൾ ദൊഗാപ്പട്ടയിൽ പോകുമ്പോൾ മേ ബി ടീ ഫോറസ്റ്റ് കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. ഗൈസ്, ഇത് കണ്ട, ഇതെന്ന് പറയുന്നത് അവലാഞ്ചിയുടെ ടോപ്പ് വ്യൂ ആണ് കേട്ടോ. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല. അവിടെ നിൽക്കണുണ്ടോ? അതാണ് അവലാഞ്ചി ലേക്ക്. നമ്മൾ അവിടെ നിന്നാണ് ഇപ്പം ഇവിടെ വരെ എത്തി ഈ ഒരു വ്യൂ പോയിന്റ് കാണുന്നത്. ടീ പ്ലാന്റേഷൻ മൊത്തം ഇരിക്കുന്നുണ്ടോ? എൻ്റെ പൊന്നെ, അടിപൊളി. മല ഞാൻ പറഞ്ഞ നാക്കെടുത്തില്ല. അതിന് മുന്നേ ഇതാ ഉഗ്രനായിട്ട് മഴ പെയ്യുന്നു കേട്ടോ. ഇപ്പം നമ്മൾ എന്താ ഉഗ്ര മഴ, എൻ്റെ പൊന്നെ. ഇപ്പം നമ്മൾ ഒരിടത്ത് ഒളിച്ചിരിക്കുകയാണ് മഴ നനയാതിരിക്കുക. റൈഡർ അജയ് റൈഡർ ക്വീൻ ഓഫ് ഹിൽസ് വെൽക്കംസ് യു. ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എവിടെയാണെന്ന് അറിയാമോ? കൊടൈക്കനാലിൽ ഊട്ടിയിൽ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ് ഡാർജിലിംഗ് റെസ്റ്റോറൻറ്റ്. ഇവിടെ ഫുള്ളും മൊമോസ് സ്പെഷ്യലാണുള്ളത്. നമുക്ക് പോയി നോക്കാം. ഭയങ്കര തണുപ്പ്, ഭയങ്കര ചീപ്പ് അല്ലേ കേട്ടോ. ഗോലി സോഡ, ഗോലി ഇടയ്ക്ക് ഞാൻ റീൽസ് കണ്ടതേ ഉള്ളൂ, അതിനിടയ്ക്ക് അത് കിട്ടി. മൗണ്ടൻ ഡ്യൂ അതേപോലെ ഗൈസ്, നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഓർഡർ ചെയ്തിരിക്കുന്നത് സുഷി ആൻഡ് മോമോസ് ആണ്. ഇതൊക്കെ ഉള്ള ഗൈസ്. എൻ്റെ മുന്നേ എനിക്ക് വായുന്നൊക്കെ കൊതിയാണ്. പറയാൻ വാക്കുകളില്ല. സ്പീച്ച്ലെസ്. ഗോലി സോഡ, പൊട്ടിക്കൽ ഗോലി സോഡ.
ചിക്കൻ ഐറ്റംസ് റിസീവ് ചെയ്തു. ഇത് ചിക്കൻ തുക്ക. ദിസ് വൺ ഈസ് ഫ്രൈഡ് മോമോസ്. ചിക്കൻ ഫ്രൈഡ് മോമോസ്. ചിയേഴ്സ് ടു ഊട്ടി. അത് ലൈം അല്ലേ? ഫ്രഷ് ലൈം സോഡ, ഗോലി സോഡ. അടിപൊളി അടിപൊളി അടിപൊളി. Cheers to tea, cheers to Darjeeling. Fabulous, speechless, marvelous. അടിപൊളി അല്ലേ? ഇത് അടിപൊളി, ചട്നി രണ്ടും അടിപൊളി അടിപൊളി. ചിക്കൻ തുക്ക ആദ്യമായിട്ടാണ് കഴിക്കണം, എന്താണെന്ന് പോലെ എനിക്കറിയില്ല. കുറേ വെജിറ്റബിൾസ് ഉണ്ട്, നൂഡിൽസ് ഉണ്ട്. വെജിറ്റബിൾസിൻ്റെ മണം ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു നമ്മളിതുവരെയും കഴിച്ചു കാണൂല, ഇത് ഒരു വേറൊരു ഫ്ലേവർ. നമ്മൾ ഈ സത്യം പറഞ്ഞാൽ വേറൊരു ഫ്ലേവർ നമുക്ക് പറയാൻ വേണ്ടി പറ്റൂല. അത് അടിപൊളി. അതിൻ്റെ ഫ്ലേവർ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. മീൻസ് ആ സ്റ്റൂവിൻ്റെ ഫ്ലേവർ. നൂഡിൽസ് കഴിച്ചോ? നൂഡിൽസ് വരുന്നില്ല, അതാണ് ഞാൻ മറ്റേത് എടുക്കാം. അതായത് നമ്മൾ ഈ നൂഡിൽസ് കഴിക്കുമ്പോൾ സാധാരണ ഒരു ടേസ്റ്റ് വരില്ല, പക്ഷെ അത് ഇത് തോന്നൂല. നമുക്കൊരു കൊറിയൻ പോലെ അങ്ങനത്തെ കൺട്രീസിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയേണ്ടി പറ്റും. എനിക്കങ്ങനെ തോന്നി. കൊള്ളാം. സംഭവം പറഞ്ഞാൽ ഈ സ്റ്റൂവും ഈ ന്യൂഡിൽസും ഒരുമിച്ച് വേണം കുടിക്കാൻ, എന്നാൽ ആ ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇത് മാത്രം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ന്യൂഡിൽസിൻ്റെ ടേസ്റ്റ് മാത്രം വരുള്ളൂ.